മുൻപും പലവട്ടം തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടുണ്ട്, പല പാർട്ടികൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രമേൽ മനോഹരമായൊരു വിജയം ഈ അടുത്ത കാലത്തെങ്ങാനും കേരളം ആഘോഷിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നുവോ? എന്തുകൊണ്ടാണ്? ഇത്രയും കഠിനമായൊരു കാലം നമ്മുടെ ഓർമ്മയിൽ ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ഉണ്ടോ എന്ന് ഓർത്തു നോക്കൂ. 2 പ്രളയങ്ങൾ, ഒരു നിപ്പ, കോവിഡ് എന്ന മഹാമാരി. ഇത്രയും കഠിനമായൊരു കാലത്തിലൂടെ നമ്മളാരും ഈ അടുത്ത കാലത്തൊന്നും നടന്നു നീങ്ങിയിട്ടില്ല. ഇത്രയും ശ്രമകരമായൊരു അതിജീവനം, മഹാമാരികൾക്ക് മുന്നിൽ ഇത്രയും മനോഹരമായി അതിജീവിച്ച മറ്റൊരു ജനത ലോകത്തിലില്ല എന്ന്. ഇത്രയും അഭിമാനകരമായ അംഗീകാരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും മലയാളത്തിനെ തേടി വന്ന നാളുകൾ ഈ അടുത്ത കാലത്തൊന്നും വേറെ ഉണ്ടായിട്ടില്ല. ഇത്രമേൽ ശ്രദ്ധയോടെ നമ്മുടെ മുഖ്യമന്ത്രിയെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കേട്ടിരുന്ന നാളുകൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നിട്ടുണ്ടോ? ഇത്രയും കർത്തവ്യബോധത്തോടെ സർക്കാർ ജീവനക്കാർ, നമ്മൾ പലപ്പോഴും പറയാൻ അങ്ങനെയാണ്, സർക്കാർ ജീവനക്കാർ ഉത്തരവാദിത്വ ബോധമില്ലാതെ ശമ്പളം വാങ്ങാൻ മാത്രം ജോലി ചെയ്യുന്നുവെന്നാണ്. ഈ ധാരണ എമ്പാടും തിരുത്തിക്കുറിച്ച നാളുകൾ, മാസങ്ങൾ, വർഷങ്ങളാണ് നമ്മൾ കണ്ടിരുന്നത്. നമ്മുടെ കാര്യത്തിൽ നമ്മളെക്കാൾ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഇത്രമേൽ ശ്രദ്ധയോടെ സർക്കാർ ജീവനക്കാർ പ്രവർത്തിക്കുന്ന ഒരു കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത്രമേൽ ഉത്തരവാദിത്വത്തോടെ ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു കാലം നമുക്ക് ഓർമ്മയുണ്ടോ? കോവിഡ് പടർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് SSLC പരീക്ഷ നടത്തിയിട്ട് ഒരു കുട്ടി പോലും കോവിഡ് പോസിറ്റീവ് ആവാതെ ഇത്രയും ഉത്തരവാദിത്വത്തോടെ ജനങ്ങൾ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ കേട്ട് കഴിഞ്ഞിരുന്നൊരു കാലം നമുക്ക് ഓർമ്മയുണ്ടോ? ഇത്രമേൽ ഉത്തരവാദിത്വം ഇല്ലാതെ ഒരു പ്രതിപക്ഷം പ്രതികരിക്കുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? സർക്കാരായിരുന്നാലും ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള വിദഗ്ധരായിരുന്നാലും പറയുന്നത് എന്താണോ അതിന് വിപരീതം മാത്രം പ്രചരിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കണ്ടതായി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇത്രമേൽ അനാവശ്യമായ മഷിക്കുപ്പി സമരങ്ങൾ, ഇത്രമേൽ അനാവശ്യമായ ബഹളങ്ങൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കണ്ടതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? തുടങ്ങിയ സമരങ്ങൾ എവിടെ വരെ പോയി, എവിടെ വെച്ച് നിർത്തിയെന്ന് നിർത്തിയവർക്കോ പറയാൻ പോലും ആവാത്ത രീതിയിലുള്ള ആഭാസ സമരങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ തെരുവുകൾ നിറഞ്ഞ ഇതുപോലുള്ള ദിവസങ്ങൾ, നാളുകൾ നമ്മൾ ആരെങ്കിലും ഇതിനു മുൻപ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നുവോ? ഇത്രമേൽ അസത്യങ്ങൾ, അപവാദങ്ങളും വാർത്തകളുമായി പെരുമഴ പോലെ പെയ്യുന്നത് നമ്മൾ ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നുവോ? എത്രയെത്ര ചാനലുകൾ, എത്രയെത്ര ചർച്ചകൾ, എത്രയെത്ര ബ്രേക്കിംഗ് ന്യൂസ്, എത്രയെത്ര കുരുക്കുകൾ, എത്ര മാസങ്ങൾ, അനാവശ്യവും അസത്യവുമായ വിവാദങ്ങൾ, ഇത്രയേറെ പെരുമഴ പോലെ പെയ്ത ദിനങ്ങൾ നമുക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇതിനു മുന്നേ? ഇത്രമേൽ അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, മതവർഗീയ സംഘടനകൾ, സർക്കാർ ഏജൻസികൾ, ഉദ്യോഗസ്ഥർ, മീഡിയ എല്ലാവരും ചേർന്ന് ഇത്രമേൽ അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കണ്ടതായിട്ട് നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇത്രമേൽ ക്ഷമയോടെ രക്തസാക്ഷിത്വങ്ങളോട് ഒരു പാർട്ടി പ്രതികരിക്കുന്നത് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നമ്മൾ കണ്ടിരുന്നുവോ? 6 മാസത്തിനിടെ 5 ജീവനുകൾ പൊലിഞ്ഞിട്ടും പകരം ഒരു തുള്ളിച്ചോര പോലും കേരളത്തിൻ്റെ മണ്ണിൽ വീഴാതെ കാത്തു സൂക്ഷിക്കുന്ന ക്ഷമ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നമ്മൾ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് കേരളത്തിൽ കണ്ടിരുന്നുവോ എന്നോർത്തു നോക്കുക. ഇത്രമേൽ അവധാനതയോടെ സോഷ്യൽ മീഡിയ, ഇത്രമേൽ അവധാനതയോടെ ഇൻഡിവിജ്വൽ സിറ്റിസൺ ജേർണലിസ്റ്റുകൾ മീഡിയ ഓഡിറ്റിംഗ് നടത്തുന്ന, സത്യവും അസത്യവും വേർതിരിച്ച് സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഇടപെടുന്ന കാലം ഇതിനു മുൻപ് നമ്മൾ കണ്ടിരുന്നുവോ എന്നോർത്തു നോക്കുക. ഇത്രയും അചഞ്ചലനായി ഒരു വിജയൻ കേരളത്തെ നയിച്ചിരുന്ന കാലം ഇതിനു മുൻപ് ഉണ്ടായിരുന്നുവോ എന്നോർത്തു നോക്കുക. ഇത്രമേൽ മനോഹരമായൊരു വിജയം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കേരളത്തിൽ ഉണ്ടായിരുന്നുവോ എന്നോർത്തു നോക്കുക.